السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിലേക്ക് വളരെ കൂടുതലായി അടുക്കുവാനും അമലുസ്വാലിഹാത്ത് ധാരാളമായി ചെയ്യുവാനും പറ്റിയ ഒരു മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഈ റമദാനിലെ എല്ലാ പുണ്യങ്ങളും കൈവരിച്ച് വളരെ സ്വീകാര്യമായ അമലുകളിലൂടെ അള്ളാഹുവിനോടുള്ള സാമീപ്യം നേടുവാൻ അവൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റു ആരാധനകളെപ്പോലെ എന്നാൽ അതിനേക്കാളേറെ നമ്മുടെ മനസ്സിൻ്റെ ഭക്തിയും ഈമാനിൻ്റെ ശക്തിയും വീണ്ടും വർദ്ധിപ്പിക്കുന്ന രൂപത്തിലാണ് റമദാൻ മാസം നമ്മളോട് അമലുകൾ ചെയ്യുവാൻ പറയുന്നത്. നമസ്കാരം, ഹജ്ജ്, സക്കാത്ത്, അങ്ങനെ ധാരാളം ആരാധനകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പുറമെ നിർബന്ധമല്ലാത്ത സുന്നത്തുകളായ കാര്യങ്ങളും നമ്മൾ അനുഷ്ഠിക്കാറുണ്ട്. അവയ്ക്കൊന്നുമില്ലാത്ത ഒരു സ്ഥാനമാണ് ഭക്തി സംഭരിക്കുക എന്ന വിഷയത്തിൽ അള്ളാഹു റമദാനിന് മാത്രമായി കൽപ്പിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 ആയത്തുകൾ മാത്രമാണ് ഖുർആനിൽ വന്നിരിക്കുന്നത്. മറ്റു ആരാധനകൾ പലയിടങ്ങളിലായി പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും നോമ്പുമായി ബന്ധപ്പെട്ടത് 2-ാം അധ്യായത്തിലെ അൽ-ബഖറ അധ്യായത്തിലെ 183 മുതൽ 187 വരെയുള്ള 5 വചനങ്ങളാണ്. എന്താണ് നോമ്പ്, എന്തിനാണ് നോമ്പ്, എങ്ങനെയാണ് നോമ്പ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഭംഗിയായി പറയുന്നുമുണ്ട്. അത് ഓരോ ആരാധനകളും നിർവഹിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യവുമാണ്. എന്തിനു വേണ്ടി, എന്താകുന്നു, എങ്ങനെയാകുന്നു എന്നത്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെയാണ് നമ്മൾ നമസ്കരിക്കുന്നതെങ്കിൽ നമസ്കാരം വഴിമാറിപ്പോകും. അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ ഈ ലക്ഷ്യം യഥാവിധി മനസ്സിൽ സൂക്ഷിക്കുകയും ഓരോ നോമ്പും ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നതാണ് ഖുർആൻ അറിയിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും നിശ്ചയിച്ചിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, അതാകുന്നു ലക്ഷ്യം. എന്തിനു വേണ്ടി എന്നതിൻ്റെ ഉത്തരം അതാണ്. ഭക്തിയോടുകൂടെ ജീവിക്കാൻ വേണ്ടി. ഒരു മനുഷ്യന് ഈ ലോകത്ത് എല്ലാ രംഗത്തും പിടിച്ചു നിൽക്കാൻ, അവനാവശ്യമായ എല്ലാ വിജയങ്ങളും നേടാൻ, അതിനേക്കാളേറെ അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടവനാവാൻ ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു ഘടകമാണ് ഭക്തി. അത് മനസ്സിൻ്റെ ഏകാഗ്രതയാണ്.
അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ഭയപ്പാടാണ്. അവനെ കബളിപ്പിക്കുവാനും വഞ്ചിക്കുവാനും പാടില്ല എന്ന ജാഗ്രതയാണ്. അതാണ് എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുന്നത്. അതാകുന്നു ഏത് ചെറിയ പുണ്യം പോലും നഷ്ടപ്പെടാതെ ആചരിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നത്. നാം പറഞ്ഞു 5 വചനങ്ങൾ മാത്രമാകുന്നു എന്നത്. 5-ാമത്തെ വചനവും അവസാനിക്കുന്നത് ഈ ഒരു കേന്ദ്ര ബിന്ദു എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ലഅല്ലഹും യത്തഖൂൻ എന്നാണ് നോമ്പിൻ്റെ സമാപനമായി അള്ളാഹു പറയുന്നത്. അപ്പോൾ തുടക്കവും അവസാനവും ഒരു പ്രമേയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് തന്നെ ഈ പറഞ്ഞ ഓരോ നോമ്പിൻ്റെയും മുഖ്യമായ ലക്ഷ്യം ആരും മറന്നു പോവാൻ പാടില്ല എന്നതാണ്. ആ ഒരു തഖ്വ എന്ന ബോധം നാം പറഞ്ഞു പരലോകത്തേക്കാണ് ഏറ്റവും ആവശ്യമെന്നത്. എന്നാൽ ഈ ലോകത്തും അതിൻ്റെ പ്രതിഫലനങ്ങൾ, അടയാളങ്ങൾ, സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. സൂക്ഷ്മതാബോധം. വാഹനമോടിക്കുന്ന ഒരാൾക്ക് നല്ല സൂക്ഷ്മതാബോധം ഉണ്ടാവേണ്ടതുണ്ട്. അയാളുടെ കണ്ണും കാതും മനസ്സും സജീവമായി ആ സമയം പ്രവർത്തിക്കണം. അത് ഒരു സൂക്ഷ്മതയാണ്. ഒരു വലിയ പാലത്തിൻ്റെ ഡിസൈൻ വരക്കുന്ന എഞ്ചിനീയർക്ക് അതീവ സൂക്ഷ്മത വേണം. അല്പം പാളിപ്പോയാൽ വലിയ അപകടം പിന്നീട് സംഭവിക്കും. വളരെ സങ്കീർണമായ ഒരു ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർക്ക് നല്ല സൂക്ഷ്മത വേണം, മനസ്സിന് ഏകാഗ്രത വേണം. പഠിപ്പിക്കുന്ന അധ്യാപകനും പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിക്കുമൊക്കെ ഈ ഒരു സൂക്ഷ്മതാബോധം അതിൻ്റെ അളവിൽ വേണം. ഇങ്ങനെ നമ്മൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ രംഗത്തും വിജയിക്കണമെങ്കിൽ, നമ്മളുടെ ജോലികൾ ഒരു പെർഫെക്ഷൻ ആവണമെങ്കിൽ സൂക്ഷ്മതാബോധം ഉണ്ടായെങ്കിലേ മതിയാവുകയുള്ളൂ. അതാണ് രണ്ടും തമ്മിലുള്ള ബന്ധം. അള്ളാഹുവിനെ പറ്റിയുള്ള സൂക്ഷ്മതയും നമ്മുടെ ജീവിതത്തിനാവശ്യമായ സൂക്ഷ്മതയും. ഈ സൂക്ഷ്മതയുടെ മാനദണ്ഡം എന്തായിരിക്കണം? തഖ്വയുടെ അടിസ്ഥാനം എന്തായിരിക്കണം? പല ഘടകങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് സമ്പത്തുണ്ട്, സ്വാധീനമുണ്ട്, സമൂഹത്തിൽ സ്വീകാര്യതയുണ്ട്, മറ്റു അനുഗ്രഹങ്ങളെയൊക്കെ ഉണ്ട്. ഇവ ഏതെങ്കിലും വെച്ചുകൊണ്ട് തഖ്വ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? സാധിക്കുകയില്ല. കാരണം അവയെല്ലാം താൽക്കാലികമാണ്, നശിച്ചു പോകും. അപ്പോഴൊരിക്കലും നശിച്ചു പോവാത്ത അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്ന അള്ളാഹുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മളുടെ മനസ്സിൽ തഖ്വ പാകപ്പെടുന്നത്. ആ തഖ്വ ഉണ്ടെങ്കിൽ നാം ആദ്യം പറഞ്ഞ അള്ളാഹുവുമായി ബന്ധപ്പെട്ട പരലോകം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും പൂർണ്ണമാവുന്നു. അതോടൊപ്പം ഈ ലോകത്തും ആവശ്യമായ എല്ലാ രംഗത്തുമുള്ള സൂക്ഷ്മതാബോധം നമുക്ക് അപ്പപ്പോൾ ഉണ്ടാകും. ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നത് എൻ്റെ ജോലിയുടെ ഭാഗമായി കാണും. ഞാൻ കബളിപ്പിക്കുവാനും കൃത്രിമം നടത്തുവാനും പാടില്ല എന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായി കാണും. ആ ബോധമെല്ലാം വരുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിനെ മറന്നാലോ എല്ലാം മറക്കും. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. അള്ളാഹുവിനെ മറന്നതുപോലെ, മറന്നു കളഞ്ഞവരെ പോലെ നിങ്ങളാവാൻ പാടില്ല. അള്ളാഹുവിനെ മറന്നാൽ അതിൻ്റെ പ്രത്യാഘാതം എളുപ്പത്തിൽ വായിക്കാം. നമ്മൾ നമ്മളെ തന്നെ മറക്കും. ഓർത്തിരിക്കേണ്ട, ഓർമ്മിച്ചിരിക്കേണ്ട, സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മളുടെ കൈകളിൽ നിന്ന് കൈവിട്ടു പോകും. അപ്പോൾ ഈ ലോകത്തെയും പരലോകത്തെയും വിജയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് സൂക്ഷ്മതാ ബോധം കൈവരിക്കുക എന്നത്. അതിന് പറ്റിയ സമയമാണ് റമദാൻ മാസം. കാരണം നിയന്ത്രണമാണ് ഈ മാസം നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല തർബിയത്ത്. ചിലതെല്ലാം പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല,
അനുവദിക്കപ്പെട്ട കാര്യമായിട്ട് പോലും തൽക്കാലത്തേക്ക് 10, 12, 13 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കണം. ഇങ്ങനെ നിയന്ത്രണം ശീലിക്കുക എന്നത് ചെറിയ കാര്യമല്ല. നോമ്പിൻ്റെ തഖ്വയുടെ ഒരു ഭാഗം അതുതന്നെയാണ്. തർബിയത്ത് എന്ന് പറയാം. ശീലങ്ങൾ, നിയന്ത്രണങ്ങൾ. ഇന്നത്തെ ആളുകൾക്ക്, സമൂഹത്തിന് നിയന്ത്രണങ്ങൾ പാലിക്കാനാണ് വളരെ പ്രയാസം. അത് പഴഞ്ചനായിട്ടും പിന്തിരിപ്പനായിട്ടും അശാസ്ത്രീയമായിട്ടും സംസ്കാരത്തിന് നിരക്കാത്തതായിട്ടും ഒക്കെ ആളുകൾ അപലപിക്കുകയാണ്, ശകാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നിയന്ത്രണങ്ങളും പരിധിക്കകത്തുമല്ല കാര്യങ്ങളെങ്കിൽ എന്ത് ഭംഗിയാണ് ജീവിതത്തിനുണ്ടാവുക? നമ്മുടെ മനസ്സിന് ഭംഗിയുണ്ടാവുന്നത്, ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നത് നിയന്ത്രണങ്ങൾക്കകത്ത് നമ്മൾ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മഴ പെയ്യുന്നു, വെള്ളം ഒഴുകുന്നു, തോട്ടിലുമൊക്കെ വെള്ളം ഒഴുകുന്നത് കാണാൻ നല്ല ചന്തമാണ്, ആസ്വദിക്കാൻ സാധിക്കും. മഴയുടെ തണുപ്പ് നമുക്ക് ആസ്വദിക്കാം. എന്നാൽ 4-5 മണിക്കൂർ ഒരു ദിവസം മുഴുവനും നിർത്താതെ മഴ പെയ്താലോ നമുക്ക് പേടിയാകും. തോട്ടിലുള്ള വെള്ളം പറമ്പിലേക്കെത്തും, അത് കുറച്ച് കഴിഞ്ഞാൽ മുറ്റത്തേക്കെത്തും. നേരത്തെയുള്ള എല്ലാ ആസ്വാദനവും മഴയെപ്പറ്റിയുള്ള സൗന്ദര്യബോധവും ഭയപ്പാടായി, ആശങ്കകളായി മാറുന്നു. എന്താണ് കാരണം? പരിധി വിട്ടു. മഴയുടെ പ്രവാഹം പരിധി വിട്ടപ്പോൾ ആശ്വാസം ആശങ്കയായി മാറുന്നു. ഇതുതന്നെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും അവസ്ഥ. ഒരു പരിധിക്കകത്ത് നാം പ്രവർത്തിക്കുകയും അമലുകൾ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ജീവിതത്തെ കൂടുതൽ രചനാത്മകമാക്കാൻ പറ്റും. പരിധിയൊന്നും വേണ്ട, ആരെയും ഞാൻ അംഗീകരിക്കുകയില്ല, ഒരു വിലക്കുകളും എനിക്ക് ബാധകമല്ല എന്ന് പറയുന്നവരോ അവർ കുറച്ചു കഴിഞ്ഞാൽ ആശങ്കപ്പെടേണ്ടി വരും. വെള്ളം അവരുടെ വീട്ടിനകത്തേക്ക് വന്ന് കയറി എല്ലാം മുങ്ങിക്കളയും. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം ആരാധനയുടെ ഭാഗമായി തന്നെ ഈ ഒരു തർബിയത്ത് ശീലങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാവണമെന്നത് നിർബന്ധമായി വെക്കുവാനും കാരണം. തിന്നാനും കുടിക്കാനും പാടില്ല എന്നത് നോമ്പിൻ്റെ ബാഹ്യമായ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആശ്വാസം ലഭിക്കുന്നത് വയറിന് മാത്രമാണ്. ജൈവപരമായ കാര്യങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും അവക്ക് കൂടുതൽ വിശ്രമം ലഭിക്കുകയും ചെയ്യും. എന്നാൽ അതിനേക്കാളേറെ കുറച്ചുകൂടി നോമ്പ് മനസ്സിലേക്ക് അടുത്ത് നിൽക്കുന്നത് നമ്മുടെ അവയവങ്ങളും പ്രവർത്തനരഹിതമാകുമ്പോഴാണ്. എല്ലാ കാര്യങ്ങളും കണ്ണുകൊണ്ട് കാണുന്നില്ല, പലതും നമ്മൾ കേൾക്കാതെ വിടുന്നു, പലതിലേക്കും കൈ പോകുന്നില്ല, പലതിൽ നിന്നും കാലുകൾ പിൻവലിക്കുന്നു. അത് നോമ്പിൻ്റെ രണ്ടാമത്തെ പൂർത്തീകരണത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അവിടം കൊണ്ടും ഒരു മുസ്ലിമിൻ്റെ നോമ്പ് പൂർത്തിയാവുകയില്ല. ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നത് അതിൻ്റെയും അപ്പുറത്തേക്ക് ഖുസൂസുൽ ഖുസൂസ്, വളരെ വളരെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഇറക്കി വെക്കാൻ കഴിയുന്ന നോമ്പായിരിക്കണം. അതാണ് അദ്ദേഹം പറയുന്നത് സൗമുൽ ഖൽബ്, മനസ്സിൻ്റെ നോമ്പ്, ഹൃദയത്തിൻ്റെ നോമ്പ്. ഹൃദയമാണ് യഥാർത്ഥത്തിൽ നോമ്പെടുക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി കൈയും കാലും കണ്ണും ചെവിയും അതോടൊപ്പം ആമാശയവും വയറുമൊക്കെ അതിൽ പങ്കാളിയാകുന്നു എന്ന് മാത്രം. ആ രൂപത്തിൽ നല്ല ഒരു തർബിയത്തിലൂടെ ജീവിച്ചുകൊണ്ട് നാം ആദ്യം പറഞ്ഞ തഖ്വയിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ജീവിതമാകമാനം നമുക്ക് അനുഗ്രഹമായിരിക്കും. അവിടെ പിന്നെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഖുർആൻ ഈ പരാമർശങ്ങൾക്കിടയിൽ മനോഹരമായി പറയുന്ന മറ്റൊരു പ്രമേയമുണ്ട്. നമ്മൾ പറഞ്ഞ 5 ആയത്തുകൾക്കിടയിൽ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര എന്നാണ്. നോമ്പുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമാണത്. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്.
ഞെരുക്കവും പ്രയാസവും അവൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും രൂപത്തിൽ നമുക്കിതിന് ചേർത്ത് വായിക്കാൻ പറ്റുമോ? നോമ്പെടുക്കുക, 13 മണിക്കൂർ പട്ടിണി കിടക്കുക എന്നത് എളുപ്പമാണോ? റമദാൻ അല്ലാത്ത കാലത്ത് നമ്മെ അതിന് കിട്ടുമോ? അത്ര എളുപ്പമൊന്നുമല്ല, കുറച്ച് പ്രയാസമുണ്ട്. പക്ഷെ എന്താണ് പ്രയാസങ്ങളെ എളുപ്പമാക്കുന്നത്? പ്രയാസങ്ങളെ എളുപ്പമാക്കുക എന്നതിലുള്ള ഒരു രസതന്ത്രമാണ്, ഒരു കെമിസ്ട്രിയാണ് യഥാർത്ഥത്തിൽ തഖ്വയിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത്. അള്ളാഹു എന്ന ഈ ഒരു കേന്ദ്ര ബിന്ദു നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, തഖ്വ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാണെങ്കിൽ, നമുക്ക് ഏത് പ്രയാസങ്ങളെയും വളരെ നിഷ്പ്രയാസം അതിജീവിക്കാൻ പറ്റും. പിന്നെ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനെ എളുപ്പമായി കാണുവാനുള്ള ഈമാനിൻ്റെ ശക്തി നമ്മോടൊപ്പം ഉണ്ടാകും. ആ ഒരു പരസ്പര ചേർത്തു വായനയാണ് പ്രയാസങ്ങൾക്കിടയിലും തഖ്വയെ ചേർത്തി പിടിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത്. അപ്പോൾ നോമ്പ് എന്നത് കേവലം ഒരു ആചാരമല്ല, ഓരോ 11 മാസത്തിൻ്റെയും ഇടവേളയിൽ വന്നു പോകുന്ന ഒരു കേവല വിരുന്നുകാരനല്ല യഥാർത്ഥത്തിൽ റമദാൻ. അത് ഉദ്ദേശപൂർവം തന്നെയാണ് അള്ളാഹു പറഞ്ഞയച്ചിരിക്കുന്നത്. ഉദ്ദേശപൂർവം തന്നെയാണ് നമ്മളുടെ മനസ്സിലേക്കും വീട്ടിലേക്കും പള്ളിയിലേക്കും റമദാനിനെ സ്വാഗതം ചെയ്തിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് റമദാൻ എന്താണോ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് നാം ഉയർന്നു വരിക. ശരീരം വൃത്തിയാവണം, മനസ്സ് വൃത്തിയാവണം, മനസ്സിലുള്ള ചിന്തകൾ വളരെ വളരെ വൃത്തിയാവണം. അതാണ് തർബിയത്ത്. ആ രൂപത്തിൽ എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലാവുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അവിടെയാണ് നോമ്പിലൂടെയുള്ള തർബിയത്ത് പൂർത്തിയാവുകയും ചെയ്യുക. 2 നിബന്ധനകൾ മാത്രമേ ഇതിന് പാലിക്കേണ്ടതുള്ളൂ. ഈ പറഞ്ഞ എല്ലാ നേട്ടങ്ങളും പരലോകത്തും ഇവിടെയും കിട്ടേണ്ട എല്ലാ നേട്ടങ്ങൾക്കും പിന്നിൽ 2 നിബന്ധനകൾ മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ സ്വാമ ഈമാനൻ വഹ്തിസാബൻ. 2 കാര്യങ്ങൾ. ഒന്ന് ഈമാൻ, അള്ളാഹുവിലുള്ള ഇളക്കം തട്ടാത്ത വിശ്വാസം. മറ്റൊന്ന് ഇഹ്തിസാബ്, പുണ്യവും പ്രതിഫലവും തിരിച്ചു ലഭിക്കണമെന്നുള്ള പ്രതീക്ഷാ മോഹം. ഇത് രണ്ടും സ്വീകരിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നവന് പിന്നെ ഒന്നിൻ്റെയും കുറവില്ല എന്നാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. അയാൾക്ക് പൊറുക്കപ്പെടാത്ത പാപങ്ങൾ ബാക്കിയുണ്ടാവില്ല, നിർവഹിക്കപ്പെടാത്ത ആവശ്യങ്ങളും അയാൾക്കുണ്ടാവില്ല. എല്ലാം അയാളുടെ കയ്യെത്തും ദൂരത്ത് അള്ളാഹു എത്തിച്ചു കൊടുക്കും. 2 നിബന്ധനകൾ മാത്രം പാലിച്ചാൽ തഖ്വ പൂർത്തിയാകും, നോമ്പിലൂടെ ലഭിക്കേണ്ട തർബിയത്തും പൂർത്തിയാകും എന്നാകുന്നു അതിൻ്റെ അർത്ഥം. ആ രൂപത്തിൽ നല്ല ഒരു റമദാനായി 30 ദിവസം പൂർത്തിയാകുമ്പോൾ നല്ല ഒരു മനുഷ്യനായി മാറ്റിയെടുക്കുവാൻ നമ്മളുടെ മനസ്സിനെയും ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ എല്ലാ അർത്ഥത്തിലും സംസ്കരിച്ചെടുക്കുവാൻ നാം ഇനിയുള്ള സന്ദർഭങ്ങളും ദിവസങ്ങളും വിനിയോഗിക്കുക. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ എല്ലാവിധ തൗഫീക്കും നൽകി അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നോമ്പിൻ്റെ ലക്ഷ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നേടിയെടുക്കേണ്ടത് എന്നതിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യവും കൂടി നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലിസ്വാഇമി ഫറഹത്താനി. നോമ്പെടുക്കുന്ന ഒരാൾക്ക് 2 ആനന്ദം, സന്തോഷമുണ്ടായിരിക്കും. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത്, മറ്റൊന്ന് ഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, പരലോകത്ത് റബ്ബിനെ നേർക്കുനേരെ കണ്ടുമുട്ടുന്ന സമയത്ത്.
അതും നോമ്പിൻ്റെ ലക്ഷ്യം എത്രത്തോളം പ്രസക്തമാണ്, എത്രത്തോളം ജീവിതത്തിൽ അനശ്വരമായി നിൽക്കണം എന്നതിലേക്കാണ് റസൂലുള്ളാഹ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ ആനന്ദവും സന്തോഷവും നമുക്കറിയാം. 13 മണിക്കൂർ പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുമ്പോൾ, സ്വാദിഷ്ടമായ ഭക്ഷണം നമ്മളെ കാത്തിരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന മനസ്സിൻ്റെ സന്തോഷം, നിർവൃതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. അത് ഒരു ജൈവപ്രകൃതമാണ്. പക്ഷെ ചോദ്യം അതല്ല. ഒന്നാമത്തെ ഈ ആനന്ദം എല്ലാ നോമ്പ് തുറക്കുമ്പോഴും അനുഭവിച്ചിരിക്കുന്ന നമുക്ക് എത്ര പേർക്ക് രണ്ടാമത്തെ ആനന്ദം ഉണ്ടാവും എന്നുറപ്പുണ്ട് എന്നതാണ്. അത് ഇപ്പോഴല്ല, മരണാനന്തരം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ, ഞാനന്ന് നോമ്പ് നോറ്റത് കൊണ്ട്, നോമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും പാലിച്ചത് കൊണ്ട്, ജീവിതം മുഴുവനും മനസ്സ് വൃത്തിയാക്കിയത് കൊണ്ട് എനിക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ സന്തോഷപൂർവ്വം നിൽക്കാം എന്ന ഒരു ഗ്യാരണ്ടി, സ്വന്തം ഉറപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ ഉദ്ദേശിക്കുകയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആകത്തുകയായി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഒരു കാര്യം മാത്രം: നോമ്പ് കൊണ്ട് ശാരീരികവും മാനസികവുമായ സംതൃപ്തിയും ആനന്ദവും ലഭിക്കണം. മാനസികമായ സംതൃപ്തിയാണ് പ്രധാനവും പ്രഥമവും. അത് അള്ളാഹുവിനെ പരലോകത്ത് കാണുമ്പോൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടുന്ന് ഒരുങ്ങുവാനുള്ള, അത് സ്വന്തമാക്കുവാനുള്ള, അമലുകൾ ചെയ്യുവാനുള്ള സന്ദർഭമായി റമദാനിലെ ഓരോ നോമ്പും മാറ്റിയെടുക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. ആ കാര്യവും നമ്മുടെ സജീവ ശ്രദ്ധയിൽ ഉണ്ടാവുക. റമദാനിൻ്റെ രാവുകളും പകലുകളും, ഉറക്കവും ആരാധനയുമെല്ലാം ഈ രൂപത്തിൽ അമലുകൾക്ക് വേണ്ടി, ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി, അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഭയഭക്തി ഇനിയും കഴുകിത്തുടച്ച് വൃത്തിയാക്കുവാൻ വേണ്ടി ഓരോ സന്ദർഭവും നാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചുകൊണ്ട് അള്ളാഹു നമ്മയെല്ലാം ആരോഗ്യം നൽകി, ആയുസ്സു നൽകി, സമാധാനമുള്ള, ആശ്വാസമുള്ള കുടുംബവും മക്കളുമായി ജീവിക്കുവാൻ തൗഫീക്ക് നൽകി നമ്മെ അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളമായി പുണ്യങ്ങൾ ചെയ്യുവാനുള്ള സമയവും കൂടിയാണ് റമദാൻ. പ്രത്യേകിച്ച് പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറയാറുള്ളതാണ്. ഇന്നും അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ട ലോകത്തും മരണാനന്തരവും പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞുപോയ നമ്മുടെ ഉമ്മമാർക്കും പാപ്പമാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ പടച്ചവൻ അവരുടെ കബറിടം വിശാലമാക്കി, പ്രകാശമാനമാക്കി, മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം കല്ലായിൽ മരിച്ച നമ്മുടെ സുഹൃത്ത്, അതുപോലെ ഈ അടുത്ത ദിവസങ്ങളിൽ അന്തരിച്ച സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ചികിത്സയിൽ കിടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെയും നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുക. അല്ലാഹു അവർക്കെല്ലാം മതിയായ ചികിത്സ നൽകി ആശ്വാസത്തോടു കൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാരി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.